കഷ്ടിച്ച് അധികാരത്തിൽ കടന്നുകൂടിയ ബി.ജെ.പിക്ക് നിലവിലൊരു പാർട്ടി അധ്യക്ഷനില്ല. നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മോദി മന്ത്രിസഭയിൽ അധികാരമേറ്റു. ഇതോടെ പാർട്ടിക്ക് ഇപ്പോൾ ഒരു നാഥനില്ലാത്ത സ്ഥിതിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റാനും ജനപിന്തുണ കൂട്ടാനും കെൽപ്പുള്ള ഒരു നേതാവിനെ പാർട്ടി അധ്യക്ഷനാക്കിയേ ബി.ജെ.പിക്ക് മുന്നോട്ട് നീങ്ങാനാവൂ. അമേഠിയിൽ പരാജയപ്പെട്ട സ്മൃതി ഇറാനി ബി.ജെ.പിയുടെ ആദ്യ വനിതാ പാർട്ടി അധ്യക്ഷയാകുമോ? സ്മൃതിയുടെ പേര് സജീവ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സ്മൃതി ഇറാനിക്ക് പകരം മൂന്നാം മോദി മന്ത്രിസഭയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള ബി.ജെ.പിയുടെ പിന്നാക്ക നേതാവ് അന്നപൂർണ ദേവിയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. സ്മൃതിക്ക് പകരം ഗവർണർ പദവിയോ മറ്റോ നൽകുമെന്നായിരുന്നു കേട്ടിരുന്നത്. എന്നാൽ അതിനിടയിലാണ് സ്മൃതി പാർട്ടി അധ്യക്ഷയാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. 1980-ൽ ബി.ജെ.പി രൂപീകരിച്ച ശേഷം ഇതുവരെ ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടില്ല. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ബി.ജെ.പിയുടെ ആദ്യ അധ്യക്ഷൻ. പിന്നീട് എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, കുശബാവു താക്കറെ, ബംഗാരു ലക്ഷ്മൺ, ജനാ കൃഷ്ണമൂർത്തി, വെങ്കയ്യ നായിഡു, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അമിത് ഷാ, ജെ.പി. നദ്ദ എന്നിവരൊക്കെ പാർട്ടി അധ്യക്ഷ പദവി അലങ്കരിച്ചു. 2019-ൽ ജെ.പി. നദ്ദ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു. പിന്നീട് 2020 ജനുവരി മുതലാണ് നദ്ദ മുഴുവൻ സമയ പ്രസിഡന്റായത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 33 സീറ്റുകളിൽ മാത്രമാണ് ഉത്തർപ്രദേശിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ക്ഷേത്ര നഗരമായ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ വരെ പാർട്ടിക്ക് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് പാർട്ടിയെ തന്നെ ഞെട്ടിച്ചിരുന്നു. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയോട് സ്മൃതി ഇറാനിക്കേറ്റ കനത്ത പ്രഹരം അതിന്റെ ആക്കം കൂട്ടി. 2019-ൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി 5 വർഷത്തിന് ശേഷം കനത്ത ആത്മവിശ്വാസവുമായി പോരിനിറങ്ങിയപ്പോഴാണ് വൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1.5 ലക്ഷത്തിലധികം വോട്ടിനാണ് സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെട്ടത്. ബി.ജെ.പിയുടെ പ്രധാന വനിതാ മുഖമായി ഉയർത്തിക്കാട്ടുന്ന സ്മൃതിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതും ചർച്ചയായിരുന്നു. ബി.ജെ.പി ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് സ്മൃതി ഇറാനിയെ കൂടാതെ അനുരാഗ് താക്കൂർ, ബി.ജെ.പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, കെ ലക്ഷ്മൺ, സുനിൽ ബൻസാൽ, ദേവേന്ദ്ര ഫട്നാവിസ്, ഓം മാത്തൂർ എന്നിവരുടെ ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ആദ്യ ദളിത് വനിതയെ നിയമിച്ച ബി.ജെ.പി നിയമസഭകളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടി. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ ബി.ജെ.പി അവരുടെ സംഘടനാ തലപ്പത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരിക എന്നത് തികച്ചും പുരോഗമനപരവും അഭിമാനാർഹവുമായ ഒരു കാര്യമാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.